കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിദ്യാർത്ഥിയായ മിഥുൻ തേവലക്കര സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചിട്ട് 2 മാസം പിന്നിടുമ്പോഴാണ് മന്ത്രിയുടെ വിശദീകരണം. അത് പരിശോധിക്കേണ്ട സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യും. സ്കൂളുകളിൽ ഇതിലൊക്കെ പ്രത്യേകമായ പരിഗണന വെച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. ഈ താങ്കൾ പറഞ്ഞ 2 വളരെ ഗൗരവമായി പരിശോധിക്കുന്നു. അമൽ തേനമ്പറമ്പിൽ തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, ഒന്ന്, ഈ മിഥുൻ മരിച്ച ദിവസം തന്നെ KCBക്ക് പറ്റിയ വീഴ്ച അഡ്മിറ്റ് ചെയ്ത് അത് സമ്മതിച്ച് സംസാരിച്ച ആളാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തൊട്ടടുത്ത ദിവസം അദ്ദേഹം നമ്മുടെ ഷോയിൽ തന്നെ വന്ന് പറഞ്ഞ കാര്യം ഒഴിഞ്ഞുമാറില്ല, നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ 2 മാസം പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പെൻഡിംഗ് ആണ് എന്ന് വരുന്നു. എന്താണ് അതിന് മന്ത്രി നൽകുന്ന വിശദീകരണം? 17-ന് സംഭവിച്ച അത്യന്തം ദാരുണമായൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് ഒരുപാട് നാളുകളാകുന്നു. ഇപ്പോഴും സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള വാദമാണ് മന്ത്രി സഭയിൽ പറയുന്നത്. ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് 2 മാസമായിട്ടും കേരളം മുഴുവൻ ചർച്ച ചെയ്ത, കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു വിഷയത്തിലെ റിപ്പോർട്ട് പോലും തയ്യാറാവാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി വിശദീകരിച്ചത് ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നടപടി എടുക്കുമെന്നുള്ളതാണ്. തേവലക്കരയിൽ ആ വിദ്യാർത്ഥി അത്യന്തം ദാരുണമായി ഷോക്കേറ്റ് വീഴുന്ന, മരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറെ വേദനയോടെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം അത് കണ്ടിരുന്നത്. ആ വിഷയത്തിൽ ആരാണ് കുറ്റക്കാരെങ്കിലും അവർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ളതായിരുന്നു ഒരു പൊതുവികാരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദികളായിരുന്നവർക്കെതിരെയൊക്കെ നടപടിയെടുത്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വൈദ്യുതി ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കാൻ ഒരു സർക്കാർ ഒരു സ്കൂളിൻ്റെ മുകളിലൂടെ കുട്ടികൾക്ക് ഇറങ്ങിയാൽ കൈതൊടാൻ പരുവത്തിന് ഉയരത്തിൽ ഒരു വൈദ്യുതി കമ്പി ഇങ്ങനെ കിടന്നിട്ടും അത് മാറ്റാത്ത, അല്ലെങ്കിൽ അത് മാറ്റണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടും മാറ്റാത്ത ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യം തുടക്കത്തിൽ തന്നെ ഉയർന്നതാണ്. ആ വിഷയത്തിൽ റിപ്പോർട്ടൊക്കെ തേടി, റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ആര് വീഴ്ച വരുത്തിയാലും ഇടപെടും എന്നുള്ളതായിരുന്നു അന്ന് മന്ത്രിയൊക്കെ വിശദമാക്കിയത്. പക്ഷേ ഇപ്പോഴും റിപ്പോർട്ട് കിട്ടിയില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കട്ടെ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ്റെ വിഷയമാണ്. ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ 2 മാസമായും റിപ്പോർട്ടില്ലാതെ ഒളിച്ചു കളിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യാനാണ്? മന്ത്രി ആ വിഷയത്തിൽ സഭയിൽ കൈമലർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്.